ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി പേര് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മോട്ടോ എഡ്ജ് 50 Pro. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിഡിലൻ സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. 6.7 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 144 ഹെഡ്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. സൂപ്പർ ഫാസ്റ്റ് ആണ്, അതുപോലെ തന്നെ സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ സെൽഫി ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിലാണ്. റിയർ ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് വരുന്നത്. 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 125 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടിയ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന സൂപ്പർബ് ആയിട്ടുള്ള ഒരു സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. 5G സ്മാർട്ട് ഫോൺ തന്നെയാണ്. മറ്റ് സ്പെസിഫിക്കേഷനിലൂടെ നോടിച്ച് നോക്കുകയാണെങ്കിൽ 12GB റാമിൽ 512GB മെമ്മറി വേരിയന്റാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. ബ്ലൂടൂത്തിന്റെ 5.4 ആണ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. NFC ഇതിൽ അവൈലബിൾ ആണ്. Wi-Fi 6E ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് 2 ദിവസം മുമ്പ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 2-3 ദിവസമൊക്കെ യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. എനിവേ ഇതിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 2014 ഖത്തർ റിയാലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മെയ് 31-നുള്ളിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ 6 മാസത്തെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഡാമേജ് എന്നുള്ള രീതിയിൽ, അതായത് 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഡിസ്പ്ലേ വീണ് പൊട്ടുകയാണെങ്കിൽ ഒരു തവണ അവർ ഫ്രീ ആയിട്ട് മാറ്റി തരികയും അതുപോലെ തന്നെ ഈ ഒരു മോട്ടോയുടെ ബഡ്സ് 105 എന്ന് പറയുന്ന ഇയർബഡ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. എനിവേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്. എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ബട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ബയോയിൽ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പം ചാനലും പേജസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്ക്.